അനുബന്ധിച്ച് കോതമംഗലത്ത് നടത്തിയ സാംസ്കാരിക ഘോഷയാത്രയിൽ നെല്ലിക്കുഴി പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാക്കിയ ടാബ്ലോയ്ക്കെതിരെ നെല്ലിക്കുഴി UDF പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. നെല്ലിക്കുഴി കവലയിൽ സംഘടിപ്പിച്ച മാർച്ചും ധർണയും കോതമംഗലം നിയോജക മണ്ഡലം UDF കൺവീനർ MS എൽദോസ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കേരളോത്സവത്തോടനുബന്ധിച്ച് കോതമംഗലത്ത് സംഘടിപ്പിച്ച സാംസ്കാരിക ഘോഷയാത്രയിൽ നെല്ലിക്കുഴി പഞ്ചായത്ത് ഭരണസമിതി മുസ്ലിം സമുദായത്തെ അധിക്ഷേപിക്കുന്ന തരത്തിൽ തയ്യാറാക്കിയ ടാബ്ലോ പ്രദർശിപ്പിച്ചതിൽ പ്രതിഷേധിച്ചാണ് നെല്ലിക്കുഴി UDF പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം കേരളോത്സവവുമായി ബന്ധപ്പെട്ട് കോതമംഗലത്ത് സാംസ്കാരിക ഘോഷയാത്ര നടക്കുകയുണ്ടായി. ആ ഘോഷയാത്രയിൽ നിന്നും നെല്ലിക്കുഴി പഞ്ചായത്തിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് 5-6 ഐറ്റംസ് ഉണ്ടായിരുന്നു എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ന് മാപ്പപേക്ഷയിലൂടെ പൊതുമധ്യത്തിൽ പറയുകയുണ്ടായി. അദ്ദേഹം തന്നെ ഈ വിവാദമായ ടാബ്ലോയെ സംബന്ധിച്ച് പറയുന്നത് ആ കുറ്റം ഏറ്റെടുത്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. വളരെ സിമ്പിളായിട്ടാണ് ഒരു സമുദായത്തെ മൊത്തം ആക്ഷേപിച്ചുകൊണ്ട് ഒരു ടാബ്ലോ അവതരിപ്പിച്ചിട്ട് ആ കുറ്റം ഏറ്റെടുത്ത് യാതൊരു കുഴപ്പമില്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അഹങ്കാരമാണ് കാണിക്കുന്നത്. ഒരു സമുദായത്തെ ആക്ഷേപിച്ചുകൊണ്ട് ടാബ്ലോ ഇറക്കിക്കൊണ്ട് വലിയ രീതിയിൽ സംഘപരിവാർ ശക്തികൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് അവരുടെ ഒരു ഒത്തുതീർപ്പാണ് ഈ ഇത്തരത്തിലുള്ള നടപടികൾ. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. കുറ്റക്കാരായ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുക, കുറ്റം ഏറ്റുപറഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നെല്ലിക്കുഴി കവലയിൽ സംഘടിപ്പിച്ച മാർച്ചും ധർണയും കോതമംഗലം നിയോജക മണ്ഡലം UDF കൺവീനർ MS എൽദോസ് ഉദ്ഘാടനം ചെയ്തു. UDF പഞ്ചായത്ത് ചെയർമാൻ KM കുഞ്ഞുബാബ അധ്യക്ഷനായി. സമരത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ അലി പടിഞ്ഞാറെ ചാലിൽ, നാസർ വട്ടേക്കാടൻ, സുരേഷ് ആലപ്പാട്ട്, മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് NM ഷംസുദ്ദീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. എറണാകുളം ജില്ലയിൽ യുവജനങ്ങളുടെ ക്ഷേമകാര്യ പ്രവർത്തനം നടത്തേണ്ട ആ ബോർഡിനകത്ത് അതിലെ കോർഡിനേറ്റർമാരിൽ 33 പേരിൽ 30 പേരും CPM-കാരാണ്. അങ്ങനെ ഒരു സർക്കാർ പരിപാടിയിൽ ഒരു CPM സ്പോൺസേഡ് പരിപാടിയിലാണ് ഇത്ര നീചമായ ഒരു പ്രവർത്തനം നടന്നത് എന്ന് നാം കാണേണ്ടതുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നായിരിക്കും നാളെ നിങ്ങളുടെ മുമ്പിൽ ഇവർ പറയാൻ പോകുന്നത്. അത് കലാപ്രകടനമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നവർ പറയാം. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മതവിഭാഗത്തെയോ ജനവിഭാഗത്തെയോ അവരുടെ ആചാര അനുഷ്ഠാനങ്ങളെയോ ആക്ഷേപിക്കുകയോ അധിക്ഷേപിക്കുകയോ ചെയ്യലല്ല. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. 3.5 വർഷം മുൻപ് അവളുടെ ആഗ്രഹത്തിന് ഇതുപോലൊരു ലെറ്റർ ഞാൻ കൊടുത്തു. അന്ന് അവൾ എന്നെ നോക്കി ഒന്ന് സന്തോഷത്തോടെ ചിരിച്ചു. ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി MBITS എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം.